പ്രസന്ന ഭാവത്തോടെ നിങ്ങളുടെ കൂട്ടുകാരന്റെ സഹോദരന്റെ മുഖത്ത് നോക്കുന്നത് പോലും അത് ധർമ്മമാണെന്ന്, അത് സ്വതക്കയാണെന്ന്, ഒരു പുഞ്ചിരി പോലും സമൂഹത്തോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും മികച്ചൊരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന്, അത് സാമൂഹിക നിർമ്മിതിയുടെ അടിക്കല്ലാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. വികസിത രാജ്യങ്ങളിൽ ഹാപ്പിനെസ് മിനിസ്ട്രികളുണ്ട്, ടോളറൻസ് മിനിസ്ട്രികളുണ്ട്. മനുഷ്യർക്ക് പരസ്പരം സന്തോഷിക്കാനുള്ള വക കണ്ടെത്തുന്ന, അതിനെ പ്രചോദിപ്പിക്കുന്ന, സഹിഷ്ണുതയോടുകൂടെ പരസ്പരം ഉൾക്കൊള്ളാനുള്ള ആശയങ്ങൾ പങ്കുവെക്കുന്ന മന്ത്രാലയങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യമായി നമുക്ക് കൈമാറി കിട്ടിയ ഈ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഈ ആശയങ്ങളെ മുറുകെ പിടിക്കണം. നമുക്ക് പരസ്പരം ചേർന്നു നിൽക്കണം. നമ്മുടെ പ്രശ്നം ഈ സമൂഹത്തിന്റെ പ്രശ്നമാണ്. മനുഷ്യർ അനുഭവിക്കുന്ന പ്രതിസന്ധികളാണ്. നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ ആശയത്തിൽ അത് കണിശമായി തന്നെ പുലർത്താനുള്ള എല്ലാതരം സ്വാതന്ത്ര്യവും ഉള്ളതോടൊപ്പം തന്നെ ജനാധിപത്യവും മതേതരത്വവും നമുക്ക് നൽകുന്ന വലിയ സ്വാതന്ത്ര്യം മാത്രമല്ല, വലിയ ഉത്തരവാദിത്വം കൂടെയാണ്. ജനാധിപത്യം എന്നത് മനുഷ്യരുടെ സ്വാതന്ത്ര്യം മാത്രമല്ല, അത് വലിയൊരു ഉത്തരവാദിത്വമാണ്. അതിന് പോറലേൽക്കാതെ സംരക്ഷിക്കേണ്ടത് എല്ലാതരം മനുഷ്യരോടും ചേർന്ന് നിന്ന് അവർക്ക് ജീവിക്കാനുള്ള അവസരങ്ങൾ നൽകി നമുക്ക് പരസ്പരം സൗഹൃദത്തോടുകൂടെ മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ ഭാവിക്ക് അത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അതിന് വിഘാതമാകുന്ന എല്ലാത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള ശ്രമങ്ങളാണ് നമുക്കുണ്ടാകേണ്ടത്. ചുറ്റുമുള്ള സമൂഹം അത് ഇസ്ലാമിക വിരുദ്ധമാണ്, ഇസ്ലാമിക് ഫോബിക്കാണ് എന്ന തരം അതരവ്യായാമങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്ത് നിന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ ഭയപ്പെടേണ്ടവരല്ല. മറിച്ച് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഏറ്റവും ഉദാത്തമായ ആശയങ്ങളെ മുറുകെ പിടിക്കുകയും അത് പരസ്പരം പങ്കുവെക്കുകയും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ അത്തരം സൗഹൃദ കൂട്ടായ്മകൾ സ്ഥാപിക്കുകയും ജാഗ്രതയോടെ നിലകൊള്ളുകയും ചെയ്ത് മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കാനുള്ള ശ്രമങ്ങൾ ഇനിയും നമ്മുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.